ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പം ഞാനിവിടെ തയ്യാറാക്കിയ നല്ലൊരു ഡ്രിങ്കാണ് കേട്ടോ. ഇഫ്താറിനൊക്കെ നമുക്ക് നോയമ്പ് തുറക്കാനൊക്കെ കുടിക്കാൻ പറ്റിയ നല്ലൊരു ഡ്രിങ്കാണ്. അപ്പോൾ ഇത് എങ്ങനെ തയ്യാറാക്കുന്നതെന്ന് നോക്കാം. ഫസ്റ്റ് നമുക്ക് ഒരു ഗ്ലാസ് ഞാൻ വെള്ളം ഒഴിക്കുവാണേ. നമുക്കതിൽ ജെല്ലി പൗഡർ റെഡിയാക്കി വെക്കാം. അപ്പം ഇതിൽ രണ്ട് ജെല്ലി പൗഡറായിട്ടും ഉണ്ട്, അല്ലാതെ ഫ്ലേവർ അടങ്ങിയതും ഉണ്ട്. അത് രണ്ടും കൂടി മിക്സ് ചെയ്തിട്ട് വേണം നമ്മൾ ചൂടാക്കാനായിട്ട് കേട്ടോ. ഇതുപോലെ കുറച്ച് വെള്ളം ഒഴിച്ചതിന് ശേഷം നന്നായിട്ടൊന്ന് പൊടിയെല്ലാം ലയിപ്പിച്ചതിന് ശേഷം നമുക്കൊന്ന് മീഡിയം ഫ്ലെയിമിൽ വെച്ചാൽ മതി. എന്നിട്ടൊന്ന് ചൂടാക്കിയിട്ട് വയ്ക്കാം. ചൂടായിട്ടുണ്ട്. ഇനി നമുക്ക് ഇതുപോലത്തെ ഒരു പാത്രത്തിൽ, നിങ്ങളുടെ കയ്യിൽ ഗ്ലാസിൻ്റെ പാത്രം ഉണ്ടെങ്കിൽ അതായിരിക്കും നല്ലത്. എൻ്റെ കയ്യിൽ ഇതേ ഉള്ളൂ. അപ്പം ഇതിങ്ങനെ വെച്ചിട്ട് നമുക്ക് 15 മിനിറ്റ് ഫ്രീസറിലെടുത്ത് വയ്ക്കാം കേട്ടോ. അണ്ടേ ഞാൻ ഒന്ന് കട്ട് ചെയ്യുവാണ്. ഇനി നമുക്ക് വെള്ളം ഒന്ന് ചൂടാക്കാൻ വയ്ക്കാം. എന്നിട്ട് നമുക്ക് ചവ്വരി ഉണ്ടല്ലോ, ചവ്വരി ഒന്ന് വേവിച്ചെടുക്കാം. ഇതിൽ ഞാൻ ചവ്വരി കുറച്ച് വെള്ളത്തിൽ കുതിർത്ത് ഇട്ടതിന് ശേഷം ഉണ്ട് കേട്ടോ. അതാകുമ്പോൾ നമുക്ക് പെട്ടെന്ന് വേവിച്ചെടുക്കാം, അല്ലെങ്കിൽ കുറച്ച് താമസം എടുക്കും കേട്ടോ. അപ്പോൾ അതാണ്ടേ ഞാൻ വെള്ളത്തിൽ കുതിർത്ത് ഇട്ടതിന് ശേഷം ഞാൻ ഒന്ന് ചൂടാക്കി എടുക്കാൻ പോവുകയാണ്. അപ്പം നന്നായിട്ട് ചൂടായിട്ടുണ്ട്, പെട്ടെന്ന് തന്നെ വെന്ത് വന്നിട്ടുമുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ചവ്വരി വെച്ചിട്ടുള്ള നല്ലൊരു ഡ്രിങ്കാണ് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത്. ചവ്വരിയും ഈ പറഞ്ഞ കണക്ക് ജെല്ലി പൗഡർ പാക്കറ്റിൽ വാങ്ങിക്കാൻ പറ്റുമ്പോൾ 2 എണ്ണം കിട്ടും. അത് രണ്ടും കൂടി മിക്സ് ചെയ്തിട്ട് വേണം നമ്മൾ ചൂടാക്കിയിട്ട് ഫ്രീസറിലെടുത്ത് വെക്കാനായിട്ട് കേട്ടോ. അപ്പോൾ ഇതേപോലെ നല്ല വെന്ത് വന്നിട്ടുണ്ട്. പെട്ടെന്ന് തന്നെ തയ്യാറാക്കാൻ പറ്റിയതാണ് കേട്ടോ. ഞാൻ കുറച്ച് നേരം വെള്ളത്തിൽ കുതിർത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അതിന് ശേഷം വേവിച്ചപ്പം പെട്ടെന്ന് തന്നെ നല്ലതുപോലെ വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് വെച്ചാൽ അതൊന്ന് അരിപ്പയിൽ അരിച്ചതിന് ശേഷം കുറച്ച് നല്ല തണുത്ത വെള്ളം കോരി അതിലോട്ട് ഒഴിക്കണം കേട്ടോ. അതിൻ്റെ ആ കട്ടിയുള്ളതെല്ലാം ഒന്ന് ഇറങ്ങിപ്പോയതിന് ശേഷം നമുക്കത് മാത്രമായിട്ട് ചവ്വരിയുടെ ആ ഒരു മാത്രമായിട്ട് എടുക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇവിടെ കുറച്ച് നല്ല തണുത്ത വെള്ളം ഒഴിച്ച് കൊടുക്കുന്നത് കേട്ടോ. അപ്പം നല്ല തണുത്ത വെള്ളം ഒഴിച്ചതിന് ശേഷം ഒന്നുകൂടി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. ഇപ്പം കണ്ട നല്ല ചവ്വരി മാത്രമായിട്ട് നമുക്ക് കിട്ടും. ഇതേപോലെ ചെയ്ത് വെച്ചാൽ മതി. ഇതുണ്ട, ഇതേപോലെ കിട്ടണം. അതിന് വേണ്ടിയാണ് നമ്മൾ നല്ല തണുത്ത വെള്ളം ഒഴിച്ചു കൊടുക്കുന്നത്. ഇതേപോലെ തയ്യാറാക്കി കൊടുക്കണേ. ഇനി നമുക്ക് റെഡിയാക്കാം. അപ്പോൾ ഇവിടെ ഞാൻ പാലൊഴിച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു. അതിലേക്ക് ഞാൻ ജെല്ലി പൗഡറിൻ്റെ കളർ കിട്ടാൻ വേണ്ടിയിട്ട് കുറച്ചൊന്ന് ഒഴിച്ചു കൊടുക്കുവാണ്. അത് ഞാൻ ഇപ്പം നല്ല കളറ് കിട്ടിയിട്ടുണ്ട്, നല്ല പിങ്ക് കളറിൽ വന്നിട്ടുണ്ട്. ഇനി നേരത്തെ തയ്യാറാക്കിയ ചവ്വരി അതിലോട്ട് ഒഴിച്ചു കൊടുക്കുവാണ്. ഇനി നമുക്ക് നേരത്തെ എടുത്ത് വെച്ചേക്കുന്ന ജെല്ലി ഉണ്ടല്ലോ, അതും കൂടി ശരിയാക്കി കൊടുക്കുക. ഇപ്പോൾ ഒരു ഗ്ലാസ്സിന് വേണ്ടി ഞാനിപ്പം എടുക്കുവാണ് കേട്ടോ. ഗ്ലാസ് എടുക്കത്തക്ക രീതിയിൽ ഞാൻ കൊടുക്കാനായിട്ട് പോവാണ്. ബാക്കി നമുക്ക് ഫ്രിഡ്ജിൽ വെക്കാം. ഇനി നമുക്ക് ഒരു ഗ്ലാസ് തയ്യാറാക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇത്ര എടുത്തിട്ടുണ്ട്.
അപ്പോൾ ഇത് ഇത്രയാണ് നമ്മളുടെ ഡ്രിങ്ക്. ആ ജെല്ലി എല്ലാം നല്ല അടിപൊളിയായിട്ട് നല്ല കിടക്കുന്നുണ്ട് കേട്ടോ. ആ ജെല്ലി പൗഡർ രണ്ടും കൂടി മിക്സ് ചെയ്തിട്ട് വേണം ഫ്രിഡ്ജിൽ വെക്കാനായിട്ട് കേട്ടോ. എന്നിട്ട് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് കട്ട് ചെയ്തെടുക്കാം.